ട്വിസ്റ്റുകൾ നടക്കുന്ന പാലായിലേക്കാണ്. പാലാ നഗരസഭയിൽ കോൺഗ്രസിന് വൻ പ്രതിസന്ധി. DCCയുടെ വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ദിയ പുളിക്കക്കണ്ടമടക്കം പുളിക്കക്കണ്ടം കുടുംബത്തിലെ കൗൺസിലർമാരും പങ്കെടുക്കുന്നില്ല. മാണി സി കാപ്പന്റെ പ്രതിനിധിയും പങ്കെടുക്കുന്നില്ല. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, പാലായിൽ ആ ട്വിസ്റ്റിന്, അത് ഭരണ അട്ടിമറി എന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി ഇനി എത്ര നേരം കാത്തിരിക്കണം? അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള യോഗ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 11 മണിക്ക് തന്നെ ഈ യോഗ നടപടികൾ പൂർത്തിയാക്കി. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇവിടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ താഴേക്ക് നഗരസഭയുടെ താഴേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ 4 പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഇതിൽ പങ്കെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായാണ് ഇവർ പങ്കെടുക്കുന്നത്. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വവുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയിൽ ഉൾപ്പെടെ ഈ പ്രാദേശിക നേതൃത്വം പ്രധാനമായും പറഞ്ഞത് ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തങ്ങളുടെ കൂട്ടത്തിലെ ബിജു മാത്യൂസ് എന്ന കൗൺസിലറിന്റെ പേരിൽ മോഷണ പരാതി ഉൾപ്പെടെ നൽകുന്ന പശ്ചാത്തലമുണ്ടായി. അത് അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുൾപ്പെടെ ജില്ലാ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഉൾപ്പെടെ അറിയിക്കുന്ന പശ്ചാത്തലമുണ്ടായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൽ വിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ടായി. പങ്കെടുക്കാതിരിക്കണമെന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയത്. പക്ഷെ 4 പേർ ഇത്തരത്തിൽ പങ്കെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതോടുകൂടി തന്നെ ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, കോൺഗ്രസ് റിബറായി ജയിച്ച മായ രാഹുലും ഇത്തരത്തിൽ ഈ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് 5 പേർ, ഈ റിബലായി വിധിച്ച ആളോട് കൂട്ടി 5 പേർ പങ്കെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. 2 പേർ ഇത്തരത്തിൽ പാർട്ടി പറഞ്ഞതനുസരിച്ച് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുകൂടാതെ തന്നെ ജോസഫ് വിഭാഗത്തിലെ 3 പേർ പങ്കെടുക്കുന്നില്ല. മാണി സി കാപ്പന്റെ KDP-യിലെ അംഗവും പങ്കെടുക്കുന്ന പശ്ചാത്തലമില്ല. കൂടാതെ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും പങ്കെടുക്കുന്നില്ല. LDF-ലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്നു. 14 പേരാണ് ഇത്തരത്തിൽ അവിശ്വാസം പാസ്സാകാൻ വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യേണ്ടത്. LDF-ൽ തന്നെ 12 പേരുണ്ട്. ബാക്കി 2 പേരുടെ വോട്ട് കൂടിയാണ് ആവശ്യമുള്ളത്. സ്വാഭാവികമായും അത് പാസ്സാകാൻ തന്നെയുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ വലിയ ട്വിസ്റ്റുകളില്ല. എപ്പോൾ ഈ യോഗം അവസാനിക്കുന്നു എന്നതുവരെ കാത്തിരിക്കേണ്ട സാഹചര്യം മാത്രമാണ് ഉണ്ടാകുക. അതാണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പാലായിലെ വലിയ ടെസ്റ്റ്, രാജ്യത്താകമാനം ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പേരിൽ ഖ്യാതികെട്ട പാലാ നഗരസഭയിൽ തുടക്കം മുതൽ കോൺഗ്രസിനും UDF-നും ഉള്ളിൽ സമാനതകളില്ലാത്ത കല്ലുകടികളും പ്രശ്നങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതിസന്ധികൾ നീണ്ട് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട അതിന്റെ തർക്കങ്ങൾ അതൊരു മോഷണ പരാതിയിലേക്ക് എത്തി. വാച്ച് മോഷ്ടിച്ചു, ബിജു മാത്യൂസ് തന്നെ വാച്ച് മോഷ്ടിച്ചു എന്ന പരാതി നൽകുന്ന പശ്ചാത്തലമുണ്ടായി. അത് സംസ്ഥാനത്താകെ ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ അത് ഈ ഭരണത്തിൽ തന്നെ പ്രതിസന്ധിയാവുന്ന തലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കോൺഗ്രസിന്റെ നിലപാടിനെ തന്നെ അംഗീകരിക്കാതെ 4 കോൺഗ്രസ് കൗൺസിലർമാർ പങ്കെടുക്കുകയും അവർ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. ഏതാണെങ്കിലും ഈ യോഗ നടപടികൾ പൂർത്തിയാകുന്നത് വരെ മാത്രം ആയിരിക്കും ഇനി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പേര് ദിയക്കൊപ്പം ഉണ്ടാകുക എന്നതാണ് നമുക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്യാമിലി. അജിത് ബാബുവാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.